ചോദിച്ച് DMAയോടൊക്കെ ചോദിച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല പിന്നെ എനിക്ക് പറഞ്ഞൊരു ഉപദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് അവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളും ഫയൽസും നോക്കണം. അന്ന് കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്ത കാലമാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് നോക്കി എന്നുള്ളത് വരുത്തണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ ഒരാളെ 100% വിശ്വസിക്കരുത്. എപ്പോഴാണ് പറ്റിപ്പറ്റുക എന്നറിയില്ല. അവരൊക്കെ ട്രാൻസ്ഫർ പോകും, നമ്മൾ ട്രാൻസ്ഫർ ആയി പോകും. എന്നും റെഗുലർ ആയിട്ട് നോക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നോക്കി വരുത്തണമെങ്കിലും ചെയ്യണം. എല്ലാ ഫയൽസും റെഗുലർ ആയിട്ട് നോക്കണം എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്നുള്ളത് സംശയമുള്ളത് ആരെങ്കിലും ചോദിച്ച് കറക്റ്റ് ചെയ്യാത്രേ ഉള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ ആയ കാരണം ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഒരുവിധം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് അതുപോലും അല്ല. PF മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കും. എന്നിട്ട് പിന്നെ കൺസെന്റ് ആൾക്ക് PF അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഓരോ പ്രശ്നമുള്ള കാലഘട്ടമായിരുന്നു. അത് വളരെ എക്സോസ്റ്റീവ് ടോപ്പിക്കാണ്. അപ്പോൾ പലർക്കുള്ള സംശയങ്ങൾ ഇനിയും ഉണ്ടായിരിക്കും. അങ്ങനെ സംശയങ്ങൾ സർവീസ് എല്ലാം അയച്ചു തരിക. ഇനി ഇതുപോലത്തെ ക്ലാസ്സുകൾ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ അതിൽ ത്രൂ പ്രോപ്പർ ചാനൽ നമ്മൾ എന്താ പറയുക അതിനുള്ള എന്താ പറയുക എങ്ങനെ കറക്റ്റ് ചെയ്യണതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെ വരാതിരിക്കാന്നുള്ള വിശദീകരണം തരുന്നതായിരിക്കും. മാത്രമല്ല ഡോക്ടർ സച്ചിൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്സ് ഇറക്കുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് തന്നെ ചിന്തിക്കും എന്നുള്ളതാണ്. എങ്ങനെ വേണം എന്നതിന്റെ ഫോർമാറ്റ് എന്താണ് കൂടുതൽ ഡോക്ടർ സച്ചിനെ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെ വേണം എന്നുള്ളത്. ഡോക്ടർ ഷാരോൺ ഒരു പുലിയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് പുലിയാണ്. അപ്പോൾ ഷാരോണിന്റെ നേതൃത്വത്തിൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് പോലെ എന്താ പറയുക എയിം ഗോൾ ഈ സർവേ മറ്റേ ഈ ഇയർ കഴിഞ്ഞൊക്കെ മുമ്പ് ഇറക്കാൻ വേണ്ടി നമുക്ക് ശ്രമം നടത്താം. പിന്നെ ഈ പ്രോഗ്രാമിന് പലതരം പോരായ്മകൾ ഉണ്ടായിരിക്കും. അതിന്റെ സജഷൻസും സർവീസ് സെല്ലിന് അയച്ചു തരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ ഡോക്ടർ അഭിലാഷിനെ നന്ദി പറയാനായിട്ട് ക്ഷണിക്കുന്നു. ഡോക്ടർ അഭിലാഷ്. എല്ലാവർക്കും നമസ്കാരം. KGMOയുടെയും KGMA സർവീസ് സെല്ലിന്റെയും ഏറ്റവും പുതിയ ഉദ്യമമായ KGMO സർവീസ് സഹായിയുടെ 3ാമത്തെ സെഷനാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഒരു സമയത്ത് ഏകദേശം 200ഓളം പേര് മെമ്പേഴ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തതായിട്ട് കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്ക് തന്നെ ആയിരിക്കണം അതിൻ്റെ ഒരു കാരണം. നമ്മൾ ഓരോരുത്തരും ഓരോ മെമ്പേഴ്സും പേടിയോടുകൂടി കേൾക്കുന്ന കാര്യങ്ങളാണ് ഓഡിറ്റ് ഒബ്ജക്ഷനും അതുപോലെ തന്നെ ലയബിലിറ്റിയും എല്ലാം. അപ്പോൾ ഏതൊരു ക്ലാസ്സിലും സംഭവിക്കുന്ന പോലെ തന്നെ ഒരു നല്ലൊരു പോയിന്റ് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് ഒരു വിജയമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എല്ലാവർക്കും ഇത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഈ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ KGMO സർവീസ് സെല്ലിന്റെ സൗത്ത് സോൺ ഭാരവാഹിയും അതോടൊപ്പം സർവീസ് സെല്ലിന്റെ സാരഥിയുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് സാറിനാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സന്തോഷ് സാറിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കാനായിട്ടുള്ളത് സ്വാഗതം ആശംസിച്ച നമ്മുടെ സർവീസ് സെല്ലിന്റെ തന്നെ സ്വന്തം ഡോക്ടർ ഷാരോണിനാണ്. സാറിന് എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നന്ദി അറിയിക്കാനായിട്ടുള്ളത് നമുക്ക് വേണ്ടി ഈ സെഷൻ കൈകാര്യം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സച്ചിൻ KC ആണ്, ഡെപ്യൂട്ടി DMO കണ്ണൂർ. ഡോക്ടർ നേരിട്ട് പരിചയമില്ലെങ്കിലും ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും എല്ലാം സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡൗട്ട് ചോദിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. തിരക്കാണെങ്കിൽ പോലും പിന്നെ വിളിക്കാമെന്ന് പറയുകയും ഡെഫിനറ്റായിട്ട് പിന്നെ വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും സംശയം ദൂരീകരിച്ച് തരികയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നിരന്തരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജിയോസിന്റെ ഒരു ഫോൾഡർ ഉണ്ട് ഗൂഗിൾ ഡ്രൈവില്. അത് നമ്മുടെ ഡോക്ടർ സച്ചിനാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ KGMOയുടെ സൈറ്റിന്റെ കാര്യം ഡോക്ടർ സച്ചിൻ നേരത്തെ പറയുകയുണ്ടായി. കൂടുതൽ നമ്മൾ ആ സൈറ്റ് ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതൊരു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളാരും അതങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ഇനി ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി എല്ലാവരും പൂർവാധികം ജിജ്ഞാസയോടുകൂടി ആ സൈറ്റ് യൂസ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒന്നും ആയിട്ടില്ല, നമ്മൾ അതിൻ്റെ സർഫസ് മാത്രം ഒന്ന് സ്കിം ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ഈ ക്ലാസ് കൈകാര്യം ചെയ്ത് ഇത്രയും നേരം, അതായത് നമ്മൾ 7:15 തുടങ്ങി ഇപ്പം ഏകദേശം 9:30 കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല ക്ലാസ്സാണ്. ഇനിയും ഡോക്ടർ സച്ചിന്റെ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു നല്ല ക്ലാസ്സിന് സമയം ചെലവഴിച്ച് ഇത്ര നല്ല രീതിയിൽ പറഞ്ഞു തന്ന അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും KGMO സർവീസ് സെല്ലിന്റെ പേരിലും
നമ്മുടെ സംഘടന KGMOയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് KGMO. എന്തായാലും ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായി 22-ാം തീയതി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു ഡോക്ടർ സച്ചിൻ. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ആരുടെ മറ്റേ അതൊന്ന് അവസാനിപ്പിച്ചേക്കോ, ഇങ്ങനെ ക്ലോസ് ചെയ്യണം ഇങ്ങനെ? അറിയില്ല എനിക്ക് എങ്ങനെയാണെന്ന്, ഞാൻ നോക്കിയിട്ടില്ല. അത് എവിടെയാണ്? ശരി 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 ശരി.